ജീവിതം മടുത്തു എന്ന് തോന്നുമ്പോൾ നാം ഒന്ന് നമ്മുടെ ചുറ്റുപാടിലേക്ക് നോക്കിയാൽ മാത്രം മതി. നമ്മളെക്കാൾ തളർന്നിട്ടും പ്രതീക്ഷയോടെ ജീവിക്കുന്നവരെ കാണുമ്പോൾ പിന്നീടൊരിക്കലും ജീവിതത്തോട് മടുപ്പ് വരില്ല. നമുക്കെല്ലാവർക്കും തുല്യ കഴിവുകളില്ല. പക്ഷേ നമുക്കെല്ലാവർക്കും നമ്മുടെ കഴിവുകൾ വികസിപ്പിക്കാൻ തുല്യ അവസരമുണ്ട്. ജീവിതത്തിൽ പ്രധാനമായും അല്ലെങ്കിൽ വലിയ തോതിൽ അടങ്ങിയിട്ടുള്ളത് വസ്തുതകളും സംഭവങ്ങളും അല്ല. ഒരാളുടെ തലയിലൂടെ എന്നെന്നും ഒഴുകിക്കൊണ്ടിരിക്കുന്ന ചിന്തയുടെ കൊടുങ്കാറ്റാണ് അതിൽ പ്രധാനമായും അടങ്ങിയിരിക്കുന്നത്. ഭക്ഷണക്രമവും ആരോഗ്യവും പോലെ നിങ്ങളുടെ ആരോഗ്യത്തിന് ബന്ധങ്ങളും ആവശ്യമാണ്. കാലിയായ പോക്കറ്റിന് ജീവിതത്തിൽ നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാൻ കഴിയും. നിറഞ്ഞ പോക്കറ്റിന് നിങ്ങളെ ഒരുപാട് വഴികളിൽ നശിപ്പിക്കാൻ കഴിയും. ജാഗ്രതയോടെ പണം ഉപയോഗിക്കുക. നമ്മുടെ തോൽവി ചിലരുടെ സ്വപ്നമാണ്. നമ്മുടെ കീഴടങ്ങൽ മറ്റു ചിലരുടെ ആഗ്രഹമാണ്. എന്നാൽ ഇവയ്ക്കപ്പുറമുള്ള പോരാട്ടവും വിജയവും നമ്മുടെ മാത്രം ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. നിങ്ങളെ ഭയപ്പെടുത്തുന്നതും ദുഃഖിപ്പിക്കുന്നതുമായ കാര്യങ്ങളെ പൂർണ്ണമായും അവഗണിക്കുക. നിങ്ങളെ രോഗത്തിലേക്കും മരണത്തിലേക്കും തിരിച്ചുവിടുന്നത് ഇവയാണ്. മികച്ചത് തേടി നമ്മൾ യാത്രയിറങ്ങും. കിട്ടുന്നതൊന്നും മികച്ചതായി തോന്നുകയുമില്ല. കയ്യിലുള്ളതൊക്കെ തന്നെയായിരുന്നു ഏറ്റവും മികച്ചത് എന്ന് തിരിച്ചറിയുമ്പോഴേക്കും കാലം കടന്നു പോയിരിക്കും. വിഡ്ഢികൾ പോലും ചിലപ്പോൾ പറയുന്നത് ശരിയായിരിക്കാം. ഒരു വ്യക്തി ശുദ്ധമായ മനസ്സോടെ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ സന്തോഷം അവനെ ഒരിക്കലും വിട്ടുപോകാതെ നിഴൽ പോലെ അവനെ പിന്തുടരുന്നു. നിങ്ങൾക്ക് സ്വയം വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ടാകൂ. നിങ്ങൾ ആരാലും സ്നേഹിക്കപ്പെടുന്നത് രാവിലെ ആരംഭിച്ച് വൈകുന്നേരത്തോടെ അവസാനിക്കുന്നില്ല. അത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തപ്പോൾ ആരംഭിച്ച് നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളപ്പോൾ അവസാനിക്കുന്നു. ജീവിതം ഒരു വലിയ ക്യാൻവാസ് ആണ്. നിങ്ങൾക്ക് കഴിയുന്ന എല്ലാ നിറങ്ങളെയും അതിൽ ഉപയോഗിക്കണം. വിജയിക്കുക എന്നത് വല്ലപ്പോഴും നടക്കുന്ന ഒരു പ്രതിഭാസം അല്ല, അത് എപ്പോഴും നടക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വല്ലപ്പോഴും, ഒരിക്കലല്ല അത് ശരിയായി ചെയ്യുന്നത് എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് വല്ലപ്പോഴുമല്ല വിജയിക്കുന്നതും. വിജയിക്കുക എന്നത് ശീലമാണ്. നിർഭാഗ്യവശാൽ അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മൾ തോൽക്കുന്നതും. ചിലരെ നാം അന്ധമായി വിശ്വസിക്കുന്നത് മൂലം രണ്ട് കാര്യങ്ങളിൽ ഒന്ന് സംഭവിക്കും. ഒന്നുകിൽ ആത്മാർത്ഥതയുള്ള ഒരു സുഹൃത്ത്, അല്ലെങ്കിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പാഠം. നിങ്ങൾ സ്നേഹിക്കുന്ന പുരുഷന്മാരെ കാണുമ്പോൾ പുഞ്ചിരിക്കാതെ കടന്നു പോകാൻ ശ്രമിക്കുക. തിരിച്ചും അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇത് തിരിച്ചറിയാൻ സഹായിക്കും. ചെയ്യുന്നതെല്ലാം ആത്മാർത്ഥതയോടെ ചെയ്യുക. ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക. ജീവിതത്തിൽ നിരാശരാകേണ്ടി വരില്ല. ചിലരുടെ സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് നമ്മളെ കിട്ടില്ല എന്ന് അറിയുമ്പോൾ അവർ നമ്മൾക്കായി സമ്മാനിക്കുന്ന പ്രതിഫലത്തിൻ്റെ ഒരു രൂപമാണ് ഒറ്റപ്പെടുത്തൽ. എത്ര ബുദ്ധിമാനായ പുരുഷനും ഒരു സ്ത്രീയെ പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയാറില്ല. എന്നാൽ എത്ര വിഡ്ഢിയായ സ്ത്രീകൾക്കും ഒരു പുരുഷനെ വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. നിങ്ങളിലെ ഏറ്റവും മികച്ചത് കണ്ടെത്താൻ സഹായിക്കുകയും നിങ്ങളെ ശക്തരാക്കുകയും ചെയ്യുന്ന വ്യക്തി യഥാർത്ഥത്തിൽ നിങ്ങളുടെ ബലഹീനതയാണ്. നിങ്ങൾക്ക് മാറ്റാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കുകയും വിഷമിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. നമുക്ക് ഒരു ഉറച്ച ലക്ഷ്യം ഉണ്ടെങ്കിൽ, ആ ലക്ഷ്യം നേടണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ആത്മവിശ്വാസവും സ്വയം സമർപ്പണവും ഉണ്ടെങ്കിൽ വിജയം നമ്മുടെ കൈക്കുള്ളിൽ ആയിരിക്കും. പക്ഷികൾ ജീവിച്ചിരിക്കുമ്പോൾ ഉറുമ്പിനെ ഭക്ഷിക്കുന്നു. പക്ഷികൾ മരിച്ചു കഴിഞ്ഞാൽ ഉറുമ്പ് അവയെ ഭക്ഷണമാക്കുന്നു. സമയവും സന്ദർഭവും എപ്പോൾ വേണമെങ്കിലും മാറിയേക്കാം. ജീവിതത്തിൽ ആരെയും വില കുറച്ച് കാണരുത്. നിങ്ങളോടുള്ള ഒരാളുടെ അഗാധമായ സ്നേഹം നിങ്ങൾക്ക് ശക്തി നൽകുന്നു. എന്നാൽ ഒരാളെ ആഴത്തിൽ സ്നേഹിക്കുന്നത് നിങ്ങൾക്ക് ധൈര്യം നൽകുന്നു. നിങ്ങളുടെ മനസ്സിൻ്റെ മുൻവാതിലും പിൻവാതിലും തുറന്നിടുക. ചിന്തകൾ കടന്നു വരുന്നത് പോലെ കടന്നു പോകാനും അനുവാദം നൽകുക. ഒരു ഉപകാരം സ്വയം ചെയ്യുക. എപ്പോഴും മറ്റുള്ളവർക്ക് നിങ്ങളെ ഉപയോഗപ്പെടുത്താൻ നിന്നുകൊടുക്കുന്നത് നിർത്തുക. നിങ്ങൾ മറ്റുള്ളവരെ അമിതമായി ആശ്രയിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായി ഒരു ജീവിതം നയിക്കാൻ കഴിയില്ല.
ചില മനുഷ്യന്മാരുണ്ട്, അവർ വന്നതിന് ശേഷമേ നമ്മൾ അറിയൂ അവർക്ക് മാത്രമായി പൂരിപ്പിക്കാവുന്ന ഒരു ശൂന്യത ഇത്രയും കാലം നമ്മുടെ ഉള്ളിൽ ബാക്കിയുണ്ടായിരുന്നു എന്ന്. എല്ലാ മതങ്ങളും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സത്യമാണ്. ആലങ്കാരികമായി മനസ്സിലാക്കിയാൽ എല്ലാം ഒന്നു തന്നെയാണ്. എന്നാൽ അത് വ്യക്തികളുടെ ഭാവനയിൽ കുടുങ്ങി അവയെ വസ്തുതകളായി വ്യാഖ്യാനിക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങുന്നു. മൃദുലമായ ഹൃദയമുള്ള ഒരാളെ വേദനിപ്പിക്കരുത്. കാരണം അമിതമായ ചിന്തകൾ കാരണം അവർക്ക് രാത്രി ഉറങ്ങാൻ കഴിയില്ല. ചിലപ്പോൾ നമ്മുടെ പ്രതീക്ഷകൾ കൊണ്ട് നമ്മുടെ ഹൃദയത്തെ നമ്മൾ തന്നെ തകർത്തു കളയുന്നു. ലോകമെമ്പാടും അതിരുകൾ ഇല്ലാത്ത സ്നേഹം പ്രസരിപ്പിക്കുക. കാലിയായ പോക്കറ്റിന് ജീവിതത്തിൽ നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാൻ കഴിയും. നിറഞ്ഞ പോക്കറ്റിന് നിങ്ങളെ ഒരുപാട് വഴികളിൽ നശിപ്പിക്കാൻ കഴിയും. ജാഗ്രതയോടെ പണം ഉപയോഗിക്കുക. എല്ലാം കൈവശമാക്കുന്നവർക്ക് ആത്യന്തികമായി ജീവിതത്തിന്റെ നിധി നഷ്ടമാകുന്നു. കൈവിട്ടവർ നേടിയെടുക്കുകയും ചെയ്യുന്നു. എവിടെയാണ് സമാധാനം ഉണ്ടാകുന്നത്? നമ്മൾ എന്തെങ്കിലും വിട്ടുകൊടുക്കുമ്പോൾ സമാധാനം ഉണ്ടാകുന്നു. നിങ്ങൾ മറ്റൊരാളുടെ പ്രേരണയാൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യവും ചെയ്യരുത്. ഞാനത് ചെയ്യില്ല എന്ന് പറയാൻ മനസ്സിനെ ബലപ്പെടുത്തണം. ആകുലത ഒരിക്കലും ഒന്നും നേടില്ല. നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നത്തിന്റെ പരിഹാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് നല്ലത്. വിമർശനം ഒഴിവാക്കാനുള്ള 3 എളുപ്പവഴികൾ. ഒന്നും ചെയ്യരുത്, ഒന്നും പറയരുത്, ഒന്നും ആകരുത്. മിക്ക സ്ത്രീകളും മറ്റ് സ്ത്രീകളെ എതിരാളികളായാണ് കണക്കാക്കുന്നത്. എന്നാൽ മിക്ക പുരുഷന്മാരും മറ്റെല്ലാ പുരുഷന്മാരെയും അവരുടെ സഖ്യകക്ഷികളായാണ് കാണുന്നത്. ഒരു പ്രബലമായ സൗഹൃദത്തിന് ദൈനംദിന സംഭാഷണത്തിന്റെ ആവശ്യമില്ല. എപ്പോഴും ഒരുമിച്ചുണ്ടാകണം എന്നില്ല. നമ്മുടെ മനസ്സിൽ അവർ ഉണ്ടായിരിക്കുന്നിടത്തോളം യഥാർത്ഥ സുഹൃത്ത് ഒരിക്കലും പിരിയുകയില്ല. ചിലരുണ്ട്, എത്ര വിഷമിച്ചിരുന്നാലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സന്തോഷിപ്പിക്കും. ഒടുവിൽ എല്ലാ ദുഃഖവും മറന്ന് നാം പൊട്ടിച്ചിരിക്കും. നമ്മുടെ ശരീരത്തിലെ ഓരോ കോശവും നമ്മൾ ചിന്തിക്കുന്നതിനോട് പ്രതികരിക്കുന്നുണ്ട്. അതുകൊണ്ടുതന്നെ നമ്മൾ മോശം കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ പ്രതിരോധശേഷി കുറയുന്നു. നമ്മൾ ആരോഗ്യം കുറയുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. നിങ്ങളുടെ മോശം ഭാവി സാഹചര്യത്തിന് നിങ്ങൾ സ്വയം ഉത്തരവാദിയാകരുത്. നിങ്ങൾക്ക് വിജയിക്കാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ വിജയിക്കുക. വൈകി വരുന്ന തിരിച്ചറിവുകൾക്ക് കൂട്ടായി സമയം ഒരിക്കലും കാത്തു നിൽക്കാറില്ല. തിളച്ചുകൊണ്ടിരിക്കുന്ന ചൂടുള്ള ഒരു പാത്രത്തിലേക്ക് ഈച്ചകൾ പടർന്നെടുക്കാറില്ല എന്ന് പറയുന്നത് പോലെ തിരക്കുള്ളതും കഠിനാധ്വാനിയുമായ ഒരു മനുഷ്യനെ മടിയന്മാരായ സുഹൃത്തുക്കൾ അപൂർവമായി മാത്രമേ സന്ദർശിക്കാറുള്ളൂ. ഒരു സാധാരണ ഹോട്ടൽ ജീവനക്കാരനോട് നിങ്ങൾ പെരുമാറുന്ന രീതിയിൽ നിന്ന് നിങ്ങളുടെ വ്യക്തിത്വത്തെക്കുറിച്ച് മറ്റുള്ളവർക്ക് ഒരു ധാരണ ലഭിക്കുന്നു. നിങ്ങൾ കഠിനാധ്വാനം ചെയ്യാൻ പ്രാപ്തി ഉള്ളപ്പോൾ ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമായി കാത്തിരിക്കുന്നത് എന്തുകൊണ്ട്? ഒരു അമ്മ തന്റെ ഏക കുഞ്ഞിനെ ജീവൻ കൊണ്ട് സംരക്ഷിക്കുന്നത് പോലെ എല്ലാ ജീവികളോടും അതിരുകളില്ലാതെ സ്നേഹം വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയും. പിശാച് യോദ്ധാവിനോട് മന്ത്രിച്ചു, നിങ്ങൾക്ക് കൊടുങ്കാറ്റിനെ നേരിടാൻ കഴിയില്ല. യോദ്ധാവ് മറുപടി നൽകി, ഞാൻ തന്നെയാണ് കൊടുങ്കാറ്റ്. ആളുകളുടെ അഭിപ്രായത്തേക്കാൾ നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് പ്രാധാന്യം നൽകുക. സ്ത്രീയും പുരുഷനും വ്യത്യസ്ത രീതിയിൽ പ്രശ്നങ്ങളെ നോക്കിക്കാണുന്നു. പുരുഷൻ പ്രവൃത്തിയിലൂടെ പരിഹാരം കാണുമ്പോൾ സ്ത്രീകൾ വൈകാരികമായി സമീപിക്കുന്നു. ജീവിതം ഒരു തവണ മാത്രമേ ഉണ്ടാകൂ. അതിനാൽ ശരിയായ തീരുമാനങ്ങൾ കൈക്കൊള്ളുക. തങ്ങളോട് അടുപ്പം കാണിക്കുന്ന പുരുഷന്മാരെ സ്ത്രീകൾ പൊതുവെ അവരുടെ സൗഹൃദ മേഖലയിലേക്കാണ് കൊണ്ടുപോകാറ്. തിരിച്ച് കിട്ടില്ല എന്നറിഞ്ഞിട്ടും, നീണ്ടു നിൽക്കില്ല എന്നറിഞ്ഞിട്ടും, പറ്റിക്കപ്പെടുവാണെന്നറിഞ്ഞിട്ടും പിന്നെയും സ്നേഹിക്കാൻ കഴിയുന്നതാണ് സ്നേഹമെന്ന വാക്കിനെ അത്ഭുതകരമാക്കുന്നത്. ചേർന്ന് നിൽക്കാൻ ആളുണ്ടായിട്ട് കാര്യമില്ല, ചേർന്നു പോകുന്ന മനസ്സ് വേണം. അല്ലെങ്കിൽ എത്ര നടന്നാലും ഒറ്റയ്ക്ക് നടന്നതുപോലെയാകും.